Good morning, ma'am. Good morning. Good morning, ma'am. 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 Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. എന്റെ ലാപ്ടോപ്പിലെ നമുക്ക് ഈ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. സാധാരണ ഫോണിലേക്ക് അത് ലിങ്ക് ചെയ്യും, ഫോണിൽ അത് വരും, നമ്മൾ തന്നെയാണ് കൺഫേം ചെയ്യും. ഇന്ന് വേറെ കുറച്ച് അഡീഷണൽ സംഭവം ഗൂഗിൾ സെറ്റിംഗ്സിൽ പോയി ഒരു കോഡ് എടുത്ത് ടൈപ്പ് ചെയ്യണം, അങ്ങനെ സമയം വൈകിയത് കയറാൻ. സോ വെരി സോറി. Okay, once again, good morning to all, and who is going to do prayer? Ma'am, ഞാനാണ് രേഷ്മ. Okay. Good morning, ma'am, and good morning, my dear friends. I am Reshma from Trivandrum. We shall overcome. We shall overcome. We shall overcome someday. Hold deep in my heart.
do believe we shall overcome someday. We will walk hand in hand. We will walk hand in hand. We will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Ma'am, quote. Yeah, yes, please. Good morning, our sweetest ma'am and my dear kiddos. Quote. Success is getting what you want. Happiness is wanting what you get. അതിനായി നമുക്ക് വിദ്യാജിക്കൊപ്പം കൂടാം. അദ്ദേഹത്തിന്റെ വർക്കിലൂടെ സക്സസ് ആയി അദ്ദേഹത്തിന് കിട്ടിയ സന്തോഷം. ദൂരെയാരോ പാടുകയാണൊരു ദേവഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയ സരോവിൻ സാന്ദ്രമാം നാദം, കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ, കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ, ശിശിരം പകരും പനിനീർമഴയിൽ വെറുതെ നനയുമ്പോൾ, ദീം തന ധിരന ദീം തിരന ദീം തന ധിരന, ദീം തന ധിരന ദീം തിരന ദീം തന ധിരന. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നിഴലായി നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ, നെഞ്ചിനുള്ളിലൊരു മോഹം അതിലിന്ദ്രനീലലയഭാവം, കുങ്കുമമേഘം കുളിരു കോർക്കും ഒരു മഞ്ഞല പോലെയുലാവാം, അമ്പിളിനാദം പതിയെ വീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. Quote presented by Prasida from Thrissur, getting from Sajin Sandras. Thank you, ma'am. Okay, that was lovely actually. Musical platform ആയി. നല്ല improvisation. Yeah, yes. ഫർസാന ഫ്രം മലപ്പുറം. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാണ് കേട്ടോ. മാമിന് വേണമെങ്കിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? ആർക്കെങ്കിലും അറിയോ? സമയത്തെ മുറിച്ചാൽ എന്ത് കിട്ടും? നീയാണോ ഉത്തരം ടൈം പ്ലീസ്. ക്വസ്റ്റ്യൻ കൂടെ. നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താണെന്നറിയോ? ക്ലിയർ ആയില്ല. മുമ്പിലത്തെ ആൻസർ എന്താ പറഞ്ഞത്? മുറിച്ചാൽ എന്ത് കിട്ടും? ടൈം. കുസൃതി തന്നെയാണോ? ആ, കുസൃതി ചോദ്യാണ്. കണ്ണാണോ? അല്ല, ഭാവി. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ മുന്നിലുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല.
അതൊരു ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആയിപ്പോയി. കുസൃതി കുറഞ്ഞു. എന്ന് പറയാൻ പറ്റില്ല അത്. എയർ ആണെന്ന് വിചാരിച്ചു. ഇനിയുണ്ടോ? കഴിഞ്ഞോ? താങ്ക് യു. ഓക്കെ, ഓക്കെ. ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് മൈ പേഴ്സണൽ നമ്പർ. യു ക്യാൻ ഹാവ്. സോ മോസ്റ്റ് പ്രോബബ്ലി താങ്ക് യു മാം. താങ്ക് യു. പകല് ഞാൻ ക്ലാസ്സിലായിരിക്കും. അപ്പൊ ചിലപ്പോൾ വിളിച്ചാൽ എനിക്ക് കോൾ ബാക്ക് ഇച്ചിരി പാടായിരിക്കും. പക്ഷെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. പിന്നെ മെസ്സേജ് ആദ്യമായിട്ട് ഇടുമ്പം എനിക്ക് പേരും ബാച്ചും കൂടെ ഇടുവാണെങ്കിൽ എനിക്ക് സേവ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ, സോ നമ്മള് വി വർ വിത്ത് സൈക്കോളജി, റൈറ്റ്? യെസ് മാം. ഓക്കെ, സോ കുറെ ക്ലാസ് കഴിഞ്ഞ് കുറെ ബാക്കിലായിട്ട് പോലെ തോന്നുന്നു. കുസൃതി ചോദ്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വരാം. ഇറ്റ് ഇസ് ടൈം ഫോർ യു ടു ഗീവ് ദ ഡീറ്റെയിൽസ് ഓഫ് റെക്കോർഡ്സ്, റൈറ്റ്? നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയിട്ട് എത്ര നാളായി? നമുക്ക് നവംബറിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. നവംബർ തൊട്ട്. So this is the time for writing, starting first record. So may I give the details? യെസ് മാം. യെസ്. Okay. റെക്കോർഡ് ഡീറ്റെയിൽസ് അപർണ മിസ് തന്നിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മാം. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാലോ? കാണുന്നുണ്ട് മാം. You have to write 5 records. That last record you can see apparatus record book, that is we are writing in the class itself. When we are starting module 3. Module 3 is not theory, full of practicals. So when we are starting module 3, that time we are writing the record along with that. അല്ലെങ്കിൽ ആ റെക്കോർഡ് എഴുതി തീരില്ല. കാരണം ആ റെക്കോർഡ് എഴുതണമെങ്കിൽ ഫുള്ളി സപ്പോർട്ട് വേണം. നമുക്ക് കുറെ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ഓരോ മെറ്റീരിയൽ നമ്മൾ ഫെമിലറൈസ് ചെയ്യുമ്പോൾ ആ ഫെമിലറൈസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ടുഗദർ വിത്ത് ദ ഫെമിലറൈസേഷൻ വി ആർ കംപ്ലീറ്റിംഗ് അവർ റെക്കോർഡ്. ദാറ്റ് ഈസ് 5th record. ആൻഡ് അബൌട്ട് 2nd and 3rd ആ റെക്കോർഡ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒന്ന് വന്നു കഴിയുമ്പോൾ യു വിൽ ബി വെരി കോൺഫിഡന്റ് ഇൻ ഡൂയിങ് മെനി വർക്ക്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാനും സംസാരിക്കാനും നല്ല കോൺഫിഡൻസ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആ ഒരു ഫ്ലുവൻസി ഉണ്ട്. ബട്ട് സം ബ്ലോക്കിംഗ് ഈസ് ദയർ ഇൻസൈഡ് അസ്, അല്ലെ? ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലോക്കിംഗ് എവിടെങ്കിലൊക്കെ കാണും. സോ ആ ബ്ലോക്കിംഗ് എല്ലാം മാറി we will be ready for doing that 2 and 3 records. 2 and 3 record is full of creativity. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. തന്നെ ചെയ്യേണ്ടത് മീൻസ് യുവർ ഓൺ ക്രിയേറ്റീവ് സ്റ്റോറീസ് ആൻഡ് റൈംസ്. That will be apt for the ages of small kids. ഇത്രയും നേരം വളരെ തംസപ്പും സന്തോഷവും ഒക്കെ വന്ന ഇമോജീസ് ഒക്കെ ഇപ്പൊ ആകെ മാറിയല്ലോ, തല കറങ്ങുന്നു. ഓക്കെ, സോ അത് പറ്റും. സോ കുറെ പേര് എൻ്റെ അടുത്ത് ഇതുപോലെ കരഞ്ഞു പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയില്ല, ഞാൻ എങ്ങനെ എഴുതും. ഇപ്പൊ അവര് പറയണ എന്താന്ന് വെച്ചാൽ ഇത് പേനയായിട്ട് ഇരിക്കുമ്പോൾ വരുവാന്ന് പല പല ത്രെഡ്, അതായത് ഫിലിം മേക്കേഴ്സ് ഒക്കെ ഇരിക്കുമല്ലോ കഥ എഴുതാനായിട്ട്, ആ ഒരു രീതിയാ.
ആ 2-3 റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഫസ്റ്റ് വൺ ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഫോർത്ത് വൺ നത്തിങ് ബട്ട് നമുക്ക് കിട്ടില്ലേ മാജിക് ബോർഡ് കളിക്കൊടുക്ക ദാറ്റ് ടൈപ്പ് ഓഫ് പിന്നെന്താ നമ്പർ ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറെ നമ്പർ പസിൽസ്, വേർഡ് പസിൽ, പിക്ചർ പസിൽസ്, അങ്ങനത്തെ കുറെ ക്രോസ് വേർഡ് പസിൽസ്, അങ്ങനെ കുറെ കാര്യങ്ങളിൽ. അതാണ് ഫോർത്ത് വൺ. അത് ഗെയിംസ് പോലെ അതെ. അപ്പൊ ഞാന് ഫസ്റ്റ് വൺ ആദ്യം എല്ലാരും ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ തന്നെ ഒരു ഡെഡ് ലൈൻ പറയും. അപ്പൊ ഫസ്റ്റ് വൺ വളരെ സിമ്പിൾ ആണ്. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും യു വിൽ ബി വെരി കോൺഫിഡന്റ്. പിന്നെ 2, 3, 4 ഒരുമിച്ച് അങ്ങ് തരും. ഒരുമിച്ച് തന്നിട്ട് അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ചിലപ്പോൾ കഥ എഴുതാനിരിക്കുമ്പോഴായിരിക്കും റൈമിന്റെ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പൊ ഓടിപ്പോയി നിങ്ങൾക്ക് റൈം എഴുതി വെക്കാം. റൈം എഴുതുമ്പോഴായിരിക്കും സ്റ്റോറിയുടെ ഒരു ഐഡിയ കിട്ടുന്നത്. നിങ്ങൾക്ക് സ്റ്റോറി എഴുതാം. അപ്പൊ അതിനൊരു ഓർഡർ ഇടുക. ആ 3 റെക്കോർഡ്സും കൂടെ ഒരുമിച്ച് ചെയ്യാം. വേണമെങ്കിൽ ഫസ്റ്റും 4ഉം ഒരുമിച്ച് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. കാരണം 4 എന്ന് പറഞ്ഞാൽ കിഡ്സ് ആക്ടിവിറ്റി ബുക്കാണ്. നമ്മൾ മാജിക് ബോട്ട്, കളിക്കൊടുക്ക, ഇതൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കില്ലേ? അതിന് കുറേ ആക്ടിവിറ്റീസ് അല്ലേ. അതില് നമ്മൾ ഒന്നും ആൻസർ ചെയ്യില്ല. മീൻസ് കളർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനും ആ കളർ ചെയ്യാനുള്ള പിക്കും ഉള്ളൂ. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാതെയാണ് നമ്മളത് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഷോ ദ വേ, വഴി കാണിക്കുക, അങ്ങനത്തെ സംഭവമില്ലേ. ഇതിന്റെ ആൻസർ നമ്മൾ 4th വണ്ണിൽ എഴുതില്ല. അപ്പൊ നിങ്ങൾക്ക് 1ഉം 4ഉം വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. 2ഉം 3ഉം അതിന് അല്പം ടൈം കൊടുക്കും. അപ്പൊ 1ഉം 4ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് യു ക്യാൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഡു 2 and 3. കാരണം അവിടെ നമുക്ക് കുറച്ച് ലാംഗ്വേജ് വേണം. സിമ്പിൾ ലാംഗ്വേജ് കേട്ടോ, ഭയങ്കര വൊക്കാബുലറി. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വളരെ റിതമായിട്ട് അവർക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആയിരിക്കണം. അപ്പൊ 2, 3 ഞാൻ പിന്നെ ഡീറ്റെയിൽസ് തരാം. നിങ്ങൾക്ക് 1, 4 ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാം. 5th വൺ നമുക്ക് നോ ടെൻഷൻ. നമ്മൾ മോഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ ഇരുന്നാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് വണ്ണിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എന്റെ റെക്കോർഡ് ഒന്ന് എടുത്തോട്ടെ. ഒരു മിനിറ്റ്. ഈ റെക്കോർഡ് ബുക്ക് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ വേണം, അങ്ങനെ വല്ല കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ ഈ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ കെമിസ്ട്രി ഫിസിക്സിനൊക്കെ റെക്കോർഡ് വാങ്ങല്ലേ? ആ റെക്കോർഡ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വാങ്ങിച്ചാൽ മതി. അതിലാണ് മാം നമ്മളിപ്പോ അസൈൻമെന്റ്സ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഏത് റെക്കോർഡ് ബുക്കിലോ? അല്ല, നോർമൽ ബുക്കാണ് ഞാൻ എഴുതുന്നത്. അല്ല മാം, അത് അസൈൻമെന്റ് ബുക്കാണ് മാം. റെക്കോർഡ് ബുക്ക് ഇനിയും പറഞ്ഞിട്ടില്ല. റെക്കോർഡ് ബുക്ക് അങ്ങനത്തെ ബുക്കിലാണ് അസൈൻമെന്റ് എഴുതിയിരിക്കുന്നത് പറയായിരുന്നു. റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ട് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ആ മാം, സെയിം ബുക്ക്. പ്ലസ് 1 പ്ലസ് 2 കിട്ടില്ല. ഫ്രണ്ടിലെ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് ഇൻഡെക്സ് പേജ് അങ്ങനെയൊക്കെ വരില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പേജസ് വരുന്ന റെക്കോർഡ് ബുക്കില്ലേ? പേജ് നമ്പർ, എക്സ്പെരിമെന്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. സോ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എനിക്ക് അറിയില്ല. കുട്ടികൾ വാങ്ങിയത് 60, 80, 90 റുപ്പീസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു റെക്കോർഡ് ബുക്കിന്. അപ്പൊ ഇവിടെ ടോട്ടൽ 92 ആണ് മാം. 92 പേജസ് ആണോ? ഓക്കെ ഓക്കെ. സോ ഇതിൽ എത്ര പേജിന്റെ ഈ ഒരു തിക്നെസ്? യെസ് മാം, അതിന്റെ ഒരു സൈഡ് വരയിട്ടത് ഒരു സൈഡ് വരയിടാത്തതല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ച റെക്കോർഡില് 2 സൈഡും പ്ലെയിൻ ആണ്, അൺറൂൾഡ് ആണ്. ഓക്കെ മാം. ഒരു സൈഡ് എല്ലാം അൺറൂൾഡ് തന്നെ മതിയോ മാം? ഇല്ല, ഒരു സൈഡ് വരയിട്ടതും ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളതും, ഒരു സൈഡ് റൂൾഡും ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളതും നല്ലതായിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊരു മാറ്റർ എഴുതുമ്പോൾ അതിന്റെ പിക്ചർ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആയിരിക്കും നല്ലത്. പിന്നെ എനിക്ക് കൂടുതൽ കോൺഫിഡന്റ് വരയുള്ളതിൽ എഴുതാനാണ്. ഇറ്റ്സ് അപ് ടു യു. കാരണം ഞാൻ വരയിടാത്തതിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് കിട്ടിയില്ല അന്ന് ആ സമയത്ത്. പക്ഷെ റൈമും സ്റ്റോറി എഴുതിയപ്പോ 1 സൈഡ് റൂൾഡും 1 സൈഡ് അൺറൂൾഡും ആയിട്ട് തന്നെ കിട്ടി. അത് ഓരോ റൈമിനും ഓരോ സ്റ്റോറിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഒട്ടിക്കണായിരുന്നു. സോ
സോ അതങ്ങനെ എഴുതി. പിന്നെ അത് കൂടാതെ നമ്മളുടെ 5th റെക്കോർഡില്ലേ അതും അങ്ങനെ തന്നെ വാങ്ങിച്ചു. ലൈൻ ഇട്ടതും ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളതും. അവിടെ നമ്മളുടെ ഓരോ മെറ്റീരിയൽസിന്റെ പിക്ചർ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതും. അപ്പൊ നിങ്ങള് എല്ലാം അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അതായത് 1 സൈഡ് റൂൾഡും 1 സൈഡ് അൺറൂൾഡും. പിന്നെ മാം ഒരു സംശയം. ടോട്ടൽ എത്ര എണ്ണം വേണം മാം? 5. പിന്നെ മാം ഒരു സംശയം ചോദിച്ചോട്ടെ? എന്തോ സ്മാർട്ട് ശ്രീന്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നോ ഫയർ റെക്കോർഡർ ബുക്ക് വേണ്ടവരാ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിനി. ആണോ? എനിക്കറിയാം. ഞങ്ങളോടൊന്നും പറഞ്ഞില്ല കേട്ടാ. ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആള് കോണ്ടാക്ട് ചെയ്യൂ. ഓക്കെ, അത് നിങ്ങൾ കൺഫേം ചെയ്തോളൂ. ഞാനും ഒന്ന് അന്വേഷിക്കാം. റെക്കോർഡ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൗഫല. കിട്ടാത്തവർക്ക് അയക്കാന്നട്ടം പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ അതാവും. വേണമെങ്കിൽ ഇതാക്കാന്ന് പറഞ്ഞ ബുക്കിനുള്ള ടൈമിൽ ചോദിച്ചു. ഇപ്പല്ലേ തുടക്കത്തിൽ ചോദിച്ചത്. നൗഫല ഇറ്റ് മേ ബി ടെക്സ്റ്റ് ബുക്കിന്റെ ടൈം ചെയ്യുമ്പോ ചോദിച്ചിന്. അന്നേരം പറഞ്ഞ് റെക്കോർഡ് ബുക്ക് ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞിട്ട് ആള് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഫൈൻ. ഞാനും ഒന്ന് കൺഫേം ചെയ്തേക്കാം കേട്ടോ. എനിവേ രാഖി നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് രാഖി കേൾക്കുന്നുണ്ടാവും. സോ ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കാം. എനിവേ ഞാൻ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരട്ടെ. വാങ്ങിക്കുന്നത് നിങ്ങൾ ഒന്ന് പെൻഡിങ് വെച്ചേക്കും. ഇതൊന്ന് കൺഫേം ആക്കിയിട്ട്. സബ്ജക്ട് വൈസ് റെക്കോർഡ് അല്ലേ? അതിലേതായാലും കുഴപ്പമില്ലല്ലേ? ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ ഹെഡിങ് വൈസ് ഉള്ളതല്ലേ ഉള്ളൂ റെക്കോർഡ്. അത് ഫ്രണ്ടിലല്ലേ എന്റെ ഹെഡിങ് റെക്കോർഡ് ബുക്സ് ആയിട്ട് അവൈലബിൾ ആണ്. സ്റ്റോളിലൊക്കെ ഉണ്ട്. ഇൻഡെക്സ് പേജും നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പേജസ് മതി. എഴുതാനുള്ള പേജസും പിക്ചർ പേസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി നമുക്ക് മതി. പിന്നെ ഇത് തന്നെ ആകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇത് 7-8 ഇയേഴ്സ് ആകാറായി. അന്ന് കവർ ചെയ്ത് അതേ കവർ തന്നെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റെക്കോർഡ് ബുക്കിന്റെ ഈ കവർ നല്ല കട്ടിയുള്ളതായിരിക്കും. സോ സേഫ് ആയിരിക്കും, സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും. പേജസ് ലൂസ് ആവില്ല. സാധാരണ നോട്ട്ബുക്ക് ആവുമ്പോൾ നമുക്ക് അതിന് ആ ഒരു ഫ്രഷ്നെസ്, ഒരു 7 ഇയേഴ്സ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇതിന്റെ ഈ കവറിങ്ങിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് അല്ലേ? കാരണം എന്റെ കുട്ടികൾ ഇതെടുത്ത് വായിക്കുമായിരുന്നു. അവരിതിലെ ആക്ടിവിറ്റി ചെയ്യുമായിരുന്നു, ഇതിലെ കഥ വായിക്കുമായിരുന്നു, റൈംസ് വായിക്കുമായിരുന്നു. അവരാ കുഞ്ഞിലെ അത് അവർ മറിച്ച് യൂസ് ചെയ്തിട്ട് പോലും ഇതിന് വലിയൊരു പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. സോ സാധാ നോട്ട്ബുക്കിനേക്കാളും ഐ പ്രിഫർ ദിസ് വൺ. പിന്നെ 4th വൺ ഇല്ലേ, 4th റെക്കോർഡ്, അത് 2 സൈഡും 1 സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പൊ 4th വൺ 2 സൈഡും പ്ലെയിൻ ആവുന്നത് നല്ലതായിരിക്കും. കാരണം 4th വണ്ണിൽ നമുക്ക് എഴുതാനൊന്നുമില്ല അധികം, ഫുൾ പേസ്റ്റ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെയാ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 4th വൺ 2 സൈഡും പ്ലെയിൻ, ബാക്കി 1, 2, 3, 5th ഈ ബാക്കി 4 എണ്ണവും 1 സൈഡ് റൂൾഡ്, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ. ആ രീതിയിൽ വാങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ ഓഫീസിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് അങ്ങനെ വേണമെന്ന് തന്നെ പറയും. അതും ഒരേപോലെ പ്ലെയിൻ യൂസ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. എനിക്ക് റൂൾഡിൽ എഴുതാനാ കോൺഫിഡൻസ്. കാരണം പ്ലെയിൻ ഞാൻ എഴുതിയ ഒട്ടും നന്നാവില്ല, വളരെ മോശമായിരിക്കും. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ എഴുതിയത് 2 പ്ലെയിനിലായിരുന്നു. യു ക്യാൻ സീ ദാറ്റ്. കാരണം അതുപോലെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൈ കളക്ഷൻ ബുക്കിന്റെ ഡീറ്റെയിൽസ് പറയാണ്. ബിഫോർ ദാറ്റ് ഐ ആം ടെല്ലിങ് you can modify and you can improvise your record. This record is only for you, not for me, not for Smart Sri, not for anyone else. It's for you people. So നിങ്ങളുടെ സ്വന്തം റെക്കോർഡാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. But the thing is that the contents should be there. Whatever I am giving the contents, that should be there. You can add more also. നിങ്ങൾക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഒന്ന് ഓർക്കുക, ഇറ്റ്സ് ഫോർ കിഡ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ അതുപോലുള്ള സിമ്പിൾ കാര്യങ്ങളായിരിക്കും നമ്മളുടെ കണ്ടന്റ്സ്. ഓക്കെ, then one more thing, don't
spent Ma'am. too much. Yes. മാം നമ്മൾക്ക് ഈ മൈ കളക്ഷൻ ബുക്ക് എന്ന് പറയുമ്പോ ഇത് ഏതെങ്കിലും സബ്ജക്ട് ബേസിലാണ് നമ്മൾ കളക്ഷൻ ചെയ്യേണ്ടത് ഈ ബുക്കിൽ ഉൾപ്പെടുത്തുന്നത്? നമുക്ക് പ്രാക്ടിക്കൽസ് എന്നുള്ളൊരു ഭാഗം മോണ്ടിസോറി മെത്തേഡിലുണ്ട്. ഈ പ്രാക്ടിക്കൽസിൽ വരുന്നതാണ് റെക്കോർഡ് റൈറ്റിംഗ്. അതായത് നിങ്ങൾക്ക് 400 മാർക്സ് ആണ് പ്രാക്ടിക്കൽസിന്. 4 സെഷൻസ് ആണ് പ്രാക്ടിക്കൽസ്. It will be like, I'll tell you. And you have 6 theory papers for both common to PG and diploma. ഇപ്പൊ മോഡ്യൂൾ യൂണിറ്റ്സ് തന്നിട്ടില്ലേ, അതിനെ ഡിവൈഡ് ചെയ്ത് സബ്ജക്ട്സ് ആക്കിയിട്ടുണ്ട്. ദാറ്റ് വി വിൽ ഗീവ് യു ദ ഡീറ്റെയിൽസ് ഓഫ് ദ സബ്ജക്ട്. നൗ ലെറ്റ് മീ ഷെയർ ദ ഡീറ്റെയിൽസ് ഓഫ് പ്രാക്ടിക്കൽസ്. And for PG, you have 8 theory papers. So total marks for theory is 800. And for diploma, you will be having 6 theory papers. That is common to both PG and diploma. And 600 marks for theory and 400 marks for practicals. That means together 1000 marks. And for PG, it is 1200. It's clear? Maximum marks for each paper, both theory and practical, it is 100. So practical, first one, make use and practice of Montessori apparatus. That is nothing but your module 3. നമ്മളവിടെ മെറ്റീരിയൽസ് ഫെമിലറൈസ് ചെയ്യുന്നു, നിങ്ങൾ കുറെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു, നിങ്ങൾ കുറെ ആക്ടിവിറ്റി ചെയ്യുന്നു, നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റുന്ന കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നു. ഇതൊക്കെയാണ് ഫസ്റ്റ് പ്രാക്ടിക്കൽ സെഷനിൽ വരുന്നത്. മേക്ക് യൂസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മോണ്ടിസോറി അപ്പാരറ്റസ്. ദാറ്റ് ഇസ് മോഡ്യൂൾ 3 itself. Then second one, teaching practice and viva voce. അതങ്ങനെ കൊടുക്കാൻ കാരണം ടീച്ചിങ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടീച്ചിങ് പ്രാക്ടീസ് ഇസ് ആക്ച്വലി ഈ ഒരു കോഴ്സിന്റെ ഭാഗം തന്നെയാണ്. ബട്ട് കുറച്ച് കുട്ടികൾക്ക് അത് ചെയ്യാൻ ഈ വർഷം തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പിന്നെ ചെയ്തോട്ടെ. നിങ്ങളുടെ ബാച്ചിന്റെ കാര്യമല്ല, നിങ്ങളായിട്ടല്ലേ ഉള്ളൂ. ചില ബാച്ചുകൾ പറഞ്ഞു പ്രഗ്നന്റ് ആയിട്ടുള്ള ട്രെയിനീസ് ഉണ്ട്, പിന്നെ കുഞ്ഞു ബേബീസ് ഉള്ളവരുണ്ട്, ഫീഡ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ പുറത്തുപോയി അത്രയും ദിവസം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പുറത്തുള്ളവരുണ്ട്, ഗൾഫിലുള്ളവർക്ക് അവിടെയൊന്നും ടീച്ചിങ് പ്രാക്ടീസിന് ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. നാട്ടിൽ എപ്പോഴെങ്കിലും വരുമ്പോഴേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് പക്ഷെ കോഴ്സിന്റെ ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യിക്കണമല്ലോ. സോ വൈവാ കോഴ്സും കൂടെ അതിന്റെ കൂടെ ചേർത്തേക്കുവാണ്. അപ്പോ ദാറ്റ് മീൻസ് വൈവാ കോഴ്സ് ഫോർ ദാറ്റ് പീപ്പിൾ വിൽ ബി സംതിങ് ലൈക്ക് ഡിഫറെന്റ്. അവരോട് ചോദിക്കും വാട്ട് ഓൾ തിങ്സ് യു ആർ പ്ലാനിങ് ടു ഡു ഇൻ ടീച്ചിങ് പ്രാക്ടീസ്. അവർ പ്ലാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും സിറ്റുവേഷൻ കൊടുക്കുന്നു. ഒരു കുട്ടി ഇങ്ങനെ വന്നാൽ വാട്ട് യു വിൽ ഡു, എഴുതാൻ അറിയില്ല, സോ വാട്ട് ആക്ടിവിറ്റി യു വിൽ ഡു, ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരോട്. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരോട് ഷെയർ യുവർ എക്സ്പീരിയൻസ് വെൻ യു ഡീലിംഗ് വിത്ത് ദ കിഡ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മറ്റൊരു ചെയ്യാൻ പോകണല്ലേ ഉള്ളൂ. സോ അതിനനുസരിച്ച് നമ്മൾ ആർക്കും മാർക്കിൽ വലിയ പ്രശ്നം വരാത്ത രീതിയിൽ നമ്മൾ വൈവ സമയത്ത് ടീച്ചിങ് പ്രാക്ടീസുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കും. ആക്ച്വലി ടീച്ചിങ് പ്രാക്ടീസ് മാത്രമായിട്ട് 100 മാർക്കാണ്. ബട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു കൺസേൺ, നമ്മൾ ആ ഒരു ഫേവറബിൾ ആയിട്ട് അതൊന്ന് മാറ്റിയേക്കുവാണ്. ഓക്കെ. ദെൻ തേർഡ് വൺ, റെക്കോർഡ്സ്, റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ്. നിങ്ങൾ അസൈൻമെന്റ്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ റെക്കോർഡ് എഴുതാൻ പോകുന്നുണ്ട്. പിന്നെ റിപ്പോർട്ട് മീൻസ് നിങ്ങൾ ഒരു കോഴ്സിന്റെ ഒരു 6 months ഒക്കെ കഴിയുമ്പോഴേക്ക് യു ഹാവ് ടു ഡു വൺ സർവേ. ദാറ്റ് ഐ വിൽ ഗീവ് യു ദ ഡീറ്റെയിൽസ് ലേറ്റർ. സർവേ ഈസ് റിലേറ്റഡ് വിത്ത് the child care in home is whether it is scientific or not എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2-3 ഫാമിലിയെ മീറ്റ് ചെയ്ത് 2-3 5 അത് പിന്നെ തരാം. അതായിട്ടില്ല, നിങ്ങൾക്ക് അതിനൊരു ടൈം ആയിട്ടില്ല. മോണ്ടിസോറി മെത്തേഡ് ഒന്ന് ആയി വരുമ്പോഴാണ് ആ സർവേക്ക് ഞാൻ വിടുള്ളൂ. ഓക്കെ. അപ്പൊ അതിന്റെ റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ്സ് അതിന് 100 മാർക്സ്. പിന്നെ മേക്കിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഇൻക്ലൂഡിങ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ പല കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്നുണ്ട്. വേറെയൊക്കെ വേർഡ് വായിൽ വരുന്നത്. അപ്പൊ പല കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ലൈക്ക് യു ആർ സിംഗിങ് സംടൈംസ് ആൻഡ് യു ആർ ഷെയറിംഗ് thought of the day and like kusathi chodyangal, tricky questions also. So like I know everyone personally within a couple of days കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ആരാ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണത്. ഡോണ്ട് വറി, ചിലർക്ക് റെക്കോർഡ് ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ അവരെ ഒന്നും ഇത് ഇടില്ല.
But when I am asking something and you will be giving prompt response means അതിന്റെ ഒരു മാർക്ക് കൊടുക്കണമല്ലോ. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മാർക്ക് കുറയുന്നല്ല, നമ്മൾ തരുന്ന അസൈൻമെന്റ്സ് പിന്നെ അസൈൻമെന്റ്സ് അല്ല, ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇത് പറയൂലേ, കുറെ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കണമല്ലോ എന്തായാലും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ. അതിന്റെ ലിസ്റ്റ് ഞാൻ തരും. അപ്പൊ ലൈക്ക് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഡ്യൂറിങ് ദ ടൈം ഓഫ് വൈവ ഒരു മാസ്ക് എടുത്ത് കാണിക്കാം, ഫേസ് മാസ്ക് എടുത്ത് കാണിക്കാൻ പറയുമ്പോൾ യു ഹാവ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്. ആ ടൈമില് അയ്യോ ഞാൻ ചെയ്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പറയരുത്. നമ്മളത് ഇൻ ബിറ്റ്വീൻ ഓരോ ക്ലാസ് സെഷൻസിന്റെ കൂടെ നമ്മൾ ചെയ്ത് വീട്ടിലിരുന്നാണെങ്കിലും ചെയ്ത് തീർക്കണം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ലാസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു, തീരാറായപ്പോഴായി റെക്കോർഡും എല്ലാം പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. കാരണം നമുക്ക് പേഴ്സണലി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ കഷ്ടപ്പാട് എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഐ എം ഗിവിങ് യു ഫ്രം ദ ഫസ്റ്റ് സെഷൻ ഇറ്റ് സെൽഫ്. 3 months എനിക്ക് നിങ്ങളെ കിട്ടിയില്ല, ഓക്കെ നോ പ്രോബ്ലം. സോ ഞാൻ ആദ്യം തന്നെ തരണത് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ നല്ലപോലെ ഞാൻ അനുഭവിച്ചായിരുന്നു, അതുകൊണ്ട് തരുന്നത്. സോ അപ്പൊ നിങ്ങൾ 4 സെഷൻസ് ആണ്. ഫസ്റ്റ് വൺ module 3, second one teaching practice and vivas, third one records, reports and assignments, fourth one നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷൻ. ഇത് തന്നെ ക്ലാസ് ലീഡ് ചെയ്യാൻ നിങ്ങളിലുള്ള ആർക്കും വരാം. എനിക്കിപ്പം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒന്നും അറിയണമെന്നില്ലല്ലോ, എനിക്ക് ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ബട്ട് ഐ പ്രിഫർ എനിവൺ ഫ്രം യു ലീഡ് ദ ക്ലാസ്. ആ സമയത്ത് ഒറിഗാമി അറിയാവുന്നവർക്ക് കാണിച്ചു കൊടുക്കാം. പേപ്പർ ക്രാഫ്റ്റ് നമുക്ക് ലോ കോസ്റ്റ്, എല്ലാം ഭയങ്കരമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യത്തില്. പേപ്പർ ക്രാഫ്റ്റ് അറിയാവുന്നവർക്ക് കാണിച്ചു കൊടുക്കാം. ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റിൽ നിന്ന് നമ്മൾ പല പല കാര്യങ്ങൾ ഉണ്ടാക്കില്ലേ, അത് ചെയ്യാം. പിന്നെ ഏതാ നമ്മളുടെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഡേക്ക് നമുക്ക് പ്രോഗ്രാം വെക്കാം. നിങ്ങൾ അല്ലാതെ പേഴ്സണലി ചെയ്തു എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഏതോ ഒരു ബാച്ച് ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷൻ, വാട്ട് എവർ ഇറ്റ്. അതിൽ വൺ മോർ തിങ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈച്ച് ആൻഡ് എവരി വൺ, ഐ ഡോണ്ട് നോ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പൊ എന്തായാലും 90 to 91% ഒരാള് രാഖി, ഒരാള് റിജോ, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട്, ഞങ്ങൾ 3 പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ 91 ട്രെയിനീസ് ആർ ഹിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒരു ഹാൻഡ് റിട്ടൺ മാഗസിൻ നമുക്ക് റിലീസ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ വർക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ തന്നെ, ഇതിനകത്ത് എന്റെ റൂൾസ് ഇല്ല കേട്ടോ. നിങ്ങൾ തന്നെ ഒരു മാഗസിൻ കമ്മിറ്റി ഫോം ചെയ്യാം, എഡിറ്ററോ, ലേ ഔട്ട് ഡിസൈനറോ, ഫ്രണ്ട് പേജ് ഡിസൈനറോ, പേജ് ഡിസൈനറോ, അങ്ങനെ ഇങ്ങനെ, പക്ഷെ ഇംഗ്ലീഷിലായിരിക്കണം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. ഓരോരുത്തരുടെയും ഒരു ചെറിയൊരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. റൈംസ് ആകാം, സ്റ്റോറീസ് ആകാം, പിന്നെ അതുപോലെ തന്നെ എന്തിനെ കുറിച്ചെങ്കിലും തയ്യാറാക്കുന്ന പോലെ ഓരോരുത്തരും ഓരോ ഇത് കൊടുക്കുക, അങ്ങനെയാണോ? അതെ, മിനിമം ഒരെണ്ണമെങ്കിലും, ഒരു ആർട്ടിക്കിളെങ്കിലും ഒരാൾ കൊടുക്കണം. അപ്പൊ അതിനെ കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ എന്റെ റോൾ ഒന്നുമില്ല. എങ്ങനെ പിന്നെ മാഗസിൻ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് പ്രിന്റ് ഒന്നും അല്ല കേട്ടോ, ഹാൻഡ് റിട്ടൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സോഫ്റ്റ് കോപ്പി എടുത്തിട്ട് എല്ലാം കൂടെ ചേർത്തൊരു സോഫ്റ്റ് കോപ്പി ആക്കാം, ഇൻസ്റ്റിറ്റ്യൂട്ടില് സബ്മിറ്റ് ചെയ്യാം. നമുക്കൊരു ദിവസം വെച്ചിട്ട് സാറിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് മാഗസിന്റെ ഒരു റിലീസിങ് നടത്താം. പിന്നെ മാഗസിന്റെ ഫ്രണ്ടില് ഇതിന് കവറിങ്ങിലൊക്കെ ഇങ്ങനെ എഴുതാനായിട്ട് വലിയ ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യില്ലേ, സാറിനോടും മാമിനോടും ഒക്കെ ചോദിക്കാം, എഴുതി തരാമോ എന്നൊക്കെ. ദാറ്റ് ഈസ് അപ് ടു യു, യു ക്യാൻ ഡിസൈഡ് ബൈ യുവർ സെൽഫ്, നോ പ്രോബ്ലം. ആൻഡ് ഞാൻ ഒരു സൈഡിൽ ഒരു സപ്പോർട്ടായിട്ടുണ്ടാവും. സോ അത് എല്ലാവർക്കും, ചിലർക്ക് പറയും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ്, എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഞാൻ കമ്പൽസറി പറയുന്നില്ല, ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ബാച്ച്, നിങ്ങൾ ഓരോ ബാച്ചുകാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ ബാച്ചിന് താല്പര്യമില്ല, ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഇല്ലേ, ഇവിടെ നോ ഇല്ലാന്ന്. ഓ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും മാം. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഡേയ്സൺ റെക്കോർഡ് എല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടോ. റെക്കോർഡ് ഇംഗ്ലീഷിലാണ്, മാഗസീൻ ഇംഗ്ലീഷിലാണ്. ഈ തോന്നുവാണ് വേണമെങ്കിൽ മലയാളം കോർണറിൽ നിങ്ങൾക്ക് വെക്കാൻ തോന്നുവാണെങ്കിൽ
അത് പക്ഷെ എല്ലാം കുറച്ച് കുറച്ച് മലയാളം ഹിന്ദി എഴുതണം, ഹിന്ദി കോർണർ വെക്കാം, മലയാളം കോർണർ, അറബി വേണം. നമുക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഈസി. അങ്ങനെ ഇംഗ്ലീഷിന്റെ ഒരു കോർണർ വേണം. ഇംഗ്ലീഷ് ആണ് മെയിൻ. ഞങ്ങളിതിൽ എല്ലാവരും പല മേഖലയിൽ നിന്നുള്ളവരുണ്ട്. അപ്പൊ തമിഴൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതില്. ശരി, തമിഴ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. നമുക്ക് രസമല്ലേ അത്, സെക്യുലറിസം ഒരു ലാംഗ്വേജിലൊരു യൂണിറ്റി ഒരു തോന്നും നമുക്ക്. അപ്പൊ തമിഴൊക്കെ എഴുതുമ്പോൾ അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. വായിക്കണമല്ലോ, വായിക്കാൻ ഇഷ്ടം തോന്നുമല്ലോ, മാക്സിമം ശ്രമിക്കാം മാം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഫ്രഞ്ച് ഒക്കെ വായിക്കും, പക്ഷെ തമിഴ് ഒന്നും പറ്റാതെ. എനിക്കറിയാം മാം, ഞാനുണ്ട് അതിന് ട്രാൻസ്ഫർ ചെയ്ത് തരാം. അപ്പൊ ട്രാൻസ്ലേറ്റർ ആയിട്ട് ഒരാളെ. ജ്യോതിനെ പ്രതീക്ഷിച്ചാണ് ആ പറഞ്ഞത്. താങ്ക്സ് ഡാ, എനിക്ക് അറിഞ്ഞു. അല്ല മാം, ഞങ്ങള് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത് ജ്യോതിക്ക് തമിഴാണ് വശമെന്ന്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്. ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു അത്, ആ ഒരു ക്ലാസ്. സ്പെല്ലിംഗ് ഓൾസോ വെരി ഡിഫറെന്റ്. താങ്ക് യു മാം. ജ്യോതി എന്ന് വെച്ചാൽ ദീപം എന്നല്ലേ മാം? അതെ അതെ, ദീപം തന്നെയാ, പ്രകാശം. നമ്മള് ഇവിടെ ജ്യോതി JYOTH എഴുതും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മാം, ഞാൻ JYOTHI തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചർ അവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്പെല്ലിങ് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ അവർ എഴുതിയ കാരണം പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. നമ്മൾക്ക് അതുപോലെ തന്നെ മൂന്നാർ അവിടെ ഒരു കുട്ടിയുണ്ട്, ഏതോ ഒരു ബാച്ച്, നല്ല രസമാണ് മലയാളം പറയണേക്കെ. എനിക്കും അങ്ങനെ തന്നെ മാം, മിക്സിംഗ് ആയിട്ടേ വരുള്ളൂ, തമിഴാണ് ഫുള്ളും. എനിക്ക് നൗഫലയുടെ മലയാളം ഇഷ്ടപ്പെട്ടു. കാസർഗോഡാണോ മലപ്പുറമാണോ അതോ എവിടെയായിരുന്നു? ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ബുക്കിലേക്ക് പോവുകയാണ്. മൈ കളക്ഷൻ ബുക്ക്. ലെറ്റ് മീ റിപ്പീറ്റ്, ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഫോർ ഓൾ ദീസ് തിങ്സ് കേട്ടോ. ഈ പറഞ്ഞ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണെങ്കിലും പിന്നെ ഇത് മാഗസിൻ, ദെൻ റെക്കോർഡ് ഓൾസോ. റെക്കോർഡ് പക്ഷെ ഇത് വാങ്ങാതെ പറ്റില്ല, നമുക്ക് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ കൊണ്ടുപോകുന്നതല്ല, പക്ഷെ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യിക്കണമെങ്കിൽ നമ്മളത് പിന്നെ ചാർട്ട് പേപ്പറിൽ മാറ്റിയിട്ട് ചെയ്യണം. പക്ഷെ ഇത് നമുക്കൊരു അസറ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ വെക്കണം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യൂ കേട്ടോ, ക്ലാസ് റൂമിൽ ഈ PDF ഷെയർ ചെയ്യും. അപ്പൊ എല്ലാ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. ടൈംലി നമ്മൾ ഓരോ റെക്കോർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. റെഫറൻസ് ആയിട്ട് അത് കിടന്നോളൂ. ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്കാണ്. ഓക്കെ, ഫസ്റ്റ് വണ്ണിലെ ഫസ്റ്റ് ഞാൻ എന്താ എഴുതിയേക്കണം, ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ABCD അതൊന്നും. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ നമ്പേഴ്സ് ലൈക്ക് എനിത്തിങ് എൽസ് ലൈക്ക് Greek ലെറ്റേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഫസ്റ്റ് വൺ എന്താ? ഡൊമസ്റ്റിക് അനിമൽസ് അല്ലേ? റൈറ്റ്. 10 numbers. ഞാൻ അറ്റ്ലീസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മേക്ക് ഷുവർ ദാറ്റ് ഈ എല്ലാം നോക്കിയിട്ട് പേജസ് എത്ര വേണം എന്നൊരു കാൽക്കുലേഷൻ ആദ്യം മനസ്സിൽ വേണം. അതിനനുസരിച്ച് വേണം നമ്മൾ റെക്കോർഡിൽ എഴുതാനായിട്ട് തുടങ്ങാൻ. അല്ലെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ പേജ് തികയാതെ വന്നു, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരരുത്. അപ്പൊ അതിനനുസരിച്ച് പേജ് സെറ്റ് ചെയ്യാം. ഞാൻ ശരിക്കും 20 proverbs ആണ് എഴുതിയിരുന്നത്. ഞാനത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 10 numbers, യു ക്യാൻ ഡു മോർ, ബട്ട് മിനിമം ഒരു 10 numbers എങ്കിലും വേണം. ഓക്കെ ഓക്കെ സോ പ്രോവേർബ്സ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാലോ. Look before you leap. It is no use crying over spilled milk. പിന്നെ two wrongs don't make a right. ഞാൻ എഴുതിയതൊക്കെ കേട്ടോ ഞാൻ വായിക്കുന്നേ. Don't bite the hand that feeds you. Don't bite off more than you can chew. Actions speak louder than words. Don't count your chickens before they hatch. മീനിങ്ഫുൾ ആയിട്ടുള്ള
പ്രോവർബ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക, എഴുതുക. സിമ്പിൾ ആയിട്ടുള്ള, കേൾക്കുമ്പോ തന്നെ നമുക്ക് മീനിങ് മനസ്സിലാകുന്ന നല്ല നല്ല പ്രോവർബ്സ് ഉണ്ടല്ലോ. Early birds catches flies. യെസ്. സോ ആ ഫസ്റ്റ് വൺ ക്ലിയർ ആയല്ലോ, പ്രോവർബ്സിനെ കുറിച്ചുള്ളത്. യെസ് മാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്താ? Riddles and puzzles. എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. What is meant by riddles and what is meant by puzzles? What is the difference between these two? ചോദിച്ചു വന്നപ്പോ എനിക്ക് അവസാനം കൺഫ്യൂഷനായി. എല്ലാ ബാച്ചിൽ ഇതാ ചോദ്യം. അപ്പൊ ഞാനിപ്പോ നമ്മള് മലയാളത്തില് നമ്മള് കുഞ്ഞൊക്കെ ചെറുതായിരുന്നപ്പോ കടങ്കഥകളാണല്ലോ കൂടുതൽ കേട്ടിരിക്കുന്നത്. കടങ്കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല, ആൻസർ കേൾക്കുമ്പോ അതിങ്ങനെ നമ്മൾ വാതർന്നു. അതുപോലെയല്ലേ, മീൻസ് സ്റ്റേറ്റ്മെന്റും ആൻസറുമായിട്ട് കണക്ട് ആവാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇപ്പം ആരായിരുന്നു നമ്മളോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചത്? പേരും സോ അതായത് സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്ലിക്ക് ആവില്ല, ബട്ട് ആൻസർ കേൾക്കുമ്പോൾ ഇതായിരുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ റിഡിൽസ്. അതായത് പസിൽസ് ആണ് ശരിക്കും ട്രിക്കി ക്വസ്റ്റ്യൻസ്. പസിൽസിൽ നമ്മൾ എഴുതില്ലേ, നമുക്ക് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് എഴുതും. പിന്നെ പൊസിഷൻ വെച്ചിട്ട് Sham is standing in front of so and so and he is. മാം പി എസ് സി ക്വസ്റ്റ്യൻ ശരിക്കും പി എസ് സി ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ വരും? അമ്മയുടെ അച്ഛന്റെ അനിയന്റെ മോളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ നമുക്ക് വേണ്ടുന്ന പസിൽസ് കുഞ്ഞു കുട്ടികൾക്കുള്ളതാ. അവരുടെ തോട്ട് പ്രോസസ്സിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞോ? ഞാൻ റിഡിൽസിൽ ഞാൻ എഴുതിയത് പറയാം. What has a neck but no head? Bottle. Okay, then which letter of the alphabet has the most water? C. Yes, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതിയത്. What begins with T, ends with T and has T in it? മാം, ഈ പിള്ളേരെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഓരോന്ന് കിടക്കണ്ട. ഐ ആം എ വെജിറ്റബിൾ, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്, പീപ്പിൾ ക്രൈ വെൻ ദേ കട്ട് മീ, ഹു ആം ഐ? എഴുതാം, അതൊക്കെ എഴുതാം. മാം റിഡിൽസിലാണോ വരുന്നത്? ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ളത് ഞാൻ പറഞ്ഞതാണോ? അല്ല, ഇപ്പൊ സിനു പറഞ്ഞ രീതിയിലുള്ളത്. എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ പറയണ പോലെ. യെസ് മാം, അതാണ് ചോദിച്ചത്. ആ ഒരു കൺഫ്യൂഷനിലേക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞില്ല. ഏതായിരുന്നു? What begins with T, ends with T and has T in it? A teapot. ഞാൻ ക്വസ്റ്റ്യൻ എഴുതുമ്പോ വാട്ട് ബിഗിൻസ് വിത്ത് ടി നമ്മൾ പറയുമ്പോ അറിയില്ല ആൾക്കാർക്ക്. ടി എന്നുള്ള ലെറ്റർ ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എൻഡ്സ് വിത്ത് ടി, അതും ടി എന്നുള്ള ലെറ്റർ ആണ്. ആൻഡ് ഹാസ് TEAT in it. അത് നമ്മൾ പറയുമ്പോ എല്ലാം ടി ആയിട്ടല്ലേ കേൾക്കുന്നത്. ഞാനിപ്പോ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല, പക്ഷെ എഴുതിയത് വായിക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. എഴുതിയപ്പോ ഞാൻ ഫസ്റ്റ് ബിഗിൻസ് വിത്ത് ടി എന്നുള്ളതിന് ടി എന്നുള്ള ലെറ്റർ എഴുതിയിട്ടുള്ളൂ, എൻഡ്സ് വിത്ത് ടി എന്നുള്ളതിനും ടി എന്നുള്ള ലെറ്റർ എഴുതിയിട്ടുള്ളൂ, ആൻഡ് ഹാസ് ടി ഇൻ ഇറ്റ്, അത് TEA. മാമിന്റെ റെക്കോർഡ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? കാണിച്ചു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടാൽ മതിയോ? സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ മാം? കാണാൻ പറ്റുന്നില്ല, ക്ലിയർ ആവുന്നില്ല, അതാണ്. കാണുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. യൂട്യൂബിൽ വെച്ചിരിക്കണോണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാനാണോ? നല്ല നല്ല റിഡിൽസ് കിട്ടുമായിരിക്കും. ഞാനൊക്കെ എഴുതിയതൊന്നും അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ വായിക്കുമ്പോ. പസിൽസിന് ഞാൻ എഴുതി വരുന്നതാണ്. ഹരി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഗോപാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോപാൽ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹരി.
How is this possible? ഒരാള് മുമ്പിൽ ഒരാള് ബാക്കിലായിരിക്കും. അവിടെ രണ്ടാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടുപേരും ബാക്ക് തിരിഞ്ഞാ നിൽക്കുന്നത്. Okay, both are standing with their backs towards each other. The day after tomorrow is the third day after Wednesday. Which day was the day before yesterday? The days പഠിപ്പിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. കുട്ടികൾ എഴുതി നോക്കട്ടെ. സ്റ്റാൻഡേർഡിലുള്ളവർക്കൊക്കെ പറ്റുള്ളായിരിക്കും അത്. You can use like that. Then can you name 3 consecutive days without using the words Monday, Tuesday, Wednesday, Thursday, Friday, Saturday, and Sunday? Yesterday, today, and tomorrow. This type of question ariyalo. Rani's mom had 3 children. The first was June, the second was July. What was the name of third child? August. റാണി. നമ്മള് കുട്ടികളെ ഓഗസ്റ്റ് എന്ന് പറയില്ലേ? കുട്ടികളെ ചിലപ്പോ റാണി എന്ന് പറയുമായിരിക്കും കേട്ടോ. ഇത് നമ്മള് ഇങ്ങനെ ചോദിക്കാറില്ലേ? ABCDയുടെ അച്ഛന് 4 കുട്ടികളാണ്. ഫസ്റ്റ് വൺ എ, രണ്ടാമത്തെ ഇംഗ്ലീഷിൽ തന്നെ എഴുതണല്ലോ അല്ലേ? വേണം. മാം നമ്മുടേതായ രീതിയിലാണ് എഴുതണത്. നോക്കി എവിടെ നിന്ന് നോക്കി എഴുതാവോ? ഇത് കളക്ട് ചെയ്യാം. ഇത് മൈ കളക്ഷൻ ബുക്കാണ്. യു ക്യാൻ കളക്ട് ഇറ്റ് ഫ്രം എനിവെയർ. നിങ്ങളുടേതായിട്ടുള്ളത് സെക്കൻഡും തേർഡും ആണ് റെക്കോർഡ്സ്. മാം ഈ പസിൽസ് എന്ന് പറയുമ്പോലെ പസിൽസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതുപോലത്തെയാണോ? അല്ലാണ്ട് നമ്മള് പസില് ഇങ്ങനെ ഇതാക്കിയില്ലേ ഓരോ ഇത് വെച്ചിട്ട്? വേർഡ് പസിൽ, ക്രോസ് വേർഡ് പസിൽ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രശ്നം എന്ന് പറയില്ലേ? അത് എഴുതാം, അതും ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ 4ാമതൊരു റെക്കോർഡ് എഴുതിയിരിക്കുന്നത് കണ്ടോ? പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. അതില് ഇതെല്ലാം വരുന്നുണ്ട്. വേർഡ് പസിൽ, പിക്ചർ പസിൽ, ക്രോസ് വേർഡ് പസിൽസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞതിൽ എഴുതാം. പക്ഷെ ഒരു കാര്യം ഓർത്താൽ മതി, ഇതിലുള്ളത് തന്നെ ആ റെക്കോർഡിൽ എഴുതി വെക്കരുത്. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്ത് സെയിം തന്നെ കോപ്പി ചെയ്ത് 4ാമത്തേൽ വെക്കരുത്. 4ാമത്തെ ചെയ്യുമ്പോൾ അതില് ക്രിയേറ്റ് ചെയ്യണം. പുതിയത് വേറെ വേണമെന്നേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് എന്റെ ഈ കളക്ഷൻ ബുക്ക് എന്നുള്ള ഈ റെക്കോർഡ് ബുക്കില് വേർഡ് പസിൽസ് മാത്രമേ എഴുതിയുള്ളൂ. സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള പസിൽസ് മാത്രമേ ചെയ്തുള്ളൂ. കാരണം 4th ഇതിനകത്ത് കൂടുതൽ പസിൽസ് വരുന്നത് കൊണ്ടേ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം. റിപ്പീറ്റ് ചെയ്ത് സെയിം തന്നെ മറ്റേക്ക് കോപ്പി ചെയ്ത് വെക്കാതിരുന്നാൽ മതി, വേറെ എഴുതിയാൽ മതി. മാം ഇപ്പോ ഞാൻ കാര്യം പറയട്ടെ. എന്റെ മോന്റെ പുസ്തകത്തിലൊക്കെ എന്റെ ടെക്സ്റ്റിലൊക്കെ, അതായത് ഇപ്പൊ ഒരു ഗ്രാമർ ടെക്സ്റ്റ് ആയിരുന്നു അതില്. അപ്പൊ അതിലിങ്ങനെ ചില ചോദ്യങ്ങളുടെ ഉത്തരത്തില് കളർ ചെയ്ത് വരുമ്പോ അതൊരു സ്റ്റോറി പോലെ ആയിരുന്നു അവിടെ എഴുതിയിരുന്നത്. അപ്പൊ ലാസ്റ്റ് സ്റ്റോറി വരുമ്പോ ഇനി ഒരു കൂട്ടുകാരൻ പുതിയത് അവർക്ക് കാട്ടിൽ നിന്ന് കിട്ടി എന്നാണ് അതിലേറ്റ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ ആ കൂട്ടുകാരൻ ആരായിരിക്കാം എന്നാണ് അവരുടെ ചോദ്യം ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അത് കുട്ടികൾ ചിന്തിക്കുമ്പോ അതില് വരുന്ന ചില വേർഡ്സ്, ഇപ്പൊ കാട്ടിൽ ഇന്ന മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ആ വേർഡ്സ് അവര് ആ നമ്പർ ചാർട്ടിൽ ഇങ്ങനെ കളർ ചെയ്ത് വരുമ്പോ ഫുൾ ഫിനിഷിങ്ങിൽ ചിലപ്പോൾ ഒരു റാബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമൽ ആയിരിക്കാം. അപ്പൊ ആ ആളാണ് ഏറ്റവും ലാസ്റ്റ് അവർ കണ്ടുമുട്ടിയ കൂട്ടുകാരൻ. അതൊരു പസിലായിട്ട് അവരുടെ ടെക്സ്റ്റിൽ അത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് ഓർക്കുന്നു മാം പറഞ്ഞപ്പോ. മറ്റേ ഡോട്ട് ബൈ ഡോട്ട് ഫില്ല് ചെയ്യാനുള്ള അതൊക്കെ പസിൽസിൽ കൊടുക്കാമോ? നമ്മൾ 1 to 100 വരെ വരയ്ക്കുമ്പോ ഒരു ആനിമലിനെ കിട്ടുന്ന അങ്ങനെയൊക്കെ ഉള്ളത് പസിലാണോ? എനിക്കത് ക്ലാരിറ്റി വരുന്നില്ല. അത് പസിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? അതും നമ്മൾ ചെയ്യുന്ന ഒരു ഇതല്ലേ, പസിൽ പോലെ തന്നെ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയല്ലേ വരിക. കിഡ്സ് ആക്ടിവിറ്റിയിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ ചെയ്യാൻ അത് പസിലല്ല, ജോയിൻ ദ ഡോട്ട്സ് ഫ്രം 1 to അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. ആക്ടിവിറ്റി തന്നെയല്ലേ അത്? യെസ് മാം, കുട്ടികളുടെ ടെക്സ്റ്റിലൊക്കെ അത് ആക്ടിവിറ്റി ആയിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഡോട്ട് ലൈൻ ഒക്കെ അത് തന്നെ നമ്പറിന്റെ ഓർഡറും ഒക്കെ അവർ പഠിക്കുക.
ഓക്കെ, അതാണ് മാം. ഫോർത്ത് റെക്കോർഡിൽ അത് ഉണ്ട് കേട്ടോ. മാം അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പൊ മാം പറയണേ? പറ്റില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞല്ലോ ദിസ് ഈസ് യുവർ റെക്കോർഡ്, യു ക്യാൻ ഡു എനിത്തിങ്, യു ക്യാൻ ഇംപ്രൊവൈസ് ആൻഡ് യു ക്യാൻ മോഡിഫൈ. അത് പസിലാണോ എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു ഡൗട്ട്, ഒരു ക്ലാരിറ്റി പ്രശ്നം, അത് പസിലാണോ എന്നുള്ളത്. ഓക്കെ മാം. കുട്ടികളെ അതായത് നമുക്കതാവില്ല, പക്ഷെ കുട്ടികൾക്ക് വെച്ച് നോക്കുമ്പോ കുട്ടികൾ അത് കണ്ടുപിടിക്കുന്ന രീതിയിലാവുമ്പോ അതൊരു ചെറിയൊരു ട്രിക്ക് പോലെ വരില്ലേ? മാം നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ നമുക്ക് പസിൽസിൽ വരുത്താൻ പറ്റില്ലേ? അതായത് ക്രോസും ഡൗണും വന്നിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് നമ്പർ ഇപ്പൊ ജസ്റ്റ് ബിഫോർ 5 അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ ആഫ്റ്റർ, അത് നമുക്കൊരു ക്രോസ് ആൻഡ് ഡൗണും ക്രോസ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ലേ? ചെയ്യാം, പസിലൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ. നമ്മൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ തന്നെ വരണം എന്നേ ഉള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, അവരുടെ ഏജിന് പറ്റാത്ത ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ. ഏകദേശം എത്ര ഏജ് വരെയുള്ള കുട്ടികളെ നമ്മൾ അങ്ങനെ നോക്കുന്നുണ്ടോ? നിങ്ങൾക്ക് 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ വരെ നോക്കാം. കാരണം മോണ്ടിസോറി കഴിഞ്ഞവരെ പല സ്കൂളുകളും 4th സ്റ്റാൻഡേർഡ് വരെ എടുക്കാറുണ്ട്. KG മാത്രമല്ല, 4th സ്റ്റാൻഡേർഡ് വരെയും നമ്മളെ അവരെ ഓപ്റ്റ് ചെയ്യാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ സ്കൂൾ ട്ടോ. എല്ലാ സ്കൂളുകളും അല്ല, ചില മാനേജ്മെന്റ് സ്കൂളുകൾ. ഞങ്ങളുടെ ബാച്ചിലുള്ള ഒരു കുട്ടി പ്രിൻസിപ്പൾ വരെയായി, 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളില്, KG തുടങ്ങി 4th വരെയുള്ളത്. ഓക്കെ, ട്രഡീഷണൽ നോളജ് ഫ്രം ദ എൽഡേഴ്സ് ആണ് നെക്സ്റ്റ് വൺ. ഇതിൽ ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു എല്ലാവർക്കും, ഇതെന്തെഴുതണം എന്ന്. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, എഴുതുന്നതെല്ലാം ഫാക്റ്റ് ആയിരിക്കണം, ബ്ലൈൻഡ് ബിലീഫ് ആകരുത്. നമ്മളുടെ വീട്ടിലെ പ്രായമായ ആൾക്കാരൊക്കെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ലേ, കുറേ കാര്യങ്ങള്, ഫുൾ ഓഫ് നോളജ്, സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് ആയിരിക്കണം. ബ്ലൈൻഡ് ബിലീഫ് ആയിട്ടുള്ള അന്ധവിശ്വാസം പോലുള്ള കാര്യങ്ങൾ എഴുതരുത്, ഫാക്ട്സ് ആയിരിക്കണം. ഞാൻ എഴുതിയത് ഞാൻ വായിക്കാം. മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത്. പിന്നെ ക്ലോവ് ആൻഡ് കാർഡമം ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നർ. പിന്നെ ബേൺ ഡ്രൈഡ് നീം ലീവ്സ് വിച്ച് വിൽ റിമൂവ് മോസ്കിറ്റോസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്വെല്ലിംഗ് മാറാനായിട്ട് ലൂക്ക് വാം വാട്ടറിൽ സോൾട്ട് ഇട്ടിട്ട് അത് വെച്ചിട്ട് ആ വെള്ളം അവിടെ പോർ ചെയ്യുക, ഗുഡ് റെമഡി ഫോർ ദ സ്വെല്ലിംഗ്. ഇപ്പൊ ഞാൻ എഴുതി വന്നപ്പോ പലതും ഹെൽത്ത് റിലേറ്റഡ് ആയിപ്പോയി. എല്ലാരും എന്നോട് ചോദിച്ചു ഹെൽത്ത് റിലേറ്റഡ് എഴുതാൻ പാടുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെയില്ല, അങ്ങനെയുള്ള ചില ട്രഡീഷണൽ നോളജ് യു ക്യാൻ ഓപ്റ്റ്. ഞാൻ മാമിനോട് ചോദിക്കട്ടെ വിചാരിച്ചതാണ്. എന്താണ് റിലേറ്റഡ് അല്ല, എഴുതാനാണോ പറ്റിയത്? ആണോ വിചാരിച്ചോ? മാം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഈ പഴഞ്ചൊല്ലുണ്ടല്ലോ, ചൊട്ടയിലെ ശീലം ചുടല വരെ, അങ്ങനത്തെ ഒക്കെ എടുക്കാൻ പറ്റുമോ അതില്? അതിപ്പോ പണ്ടുള്ളവര് പറഞ്ഞു വരുന്നതല്ലേ. അതൊരു നോളജ് തന്നെയാണല്ലോ അല്ലെ രസ്നാദി എന്ന് പറയുന്നത്. യെസ്, യു ക്യാൻ ആഡ്. മാം ഇത് എഴുതേണ്ടത് 3rd മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണോ? No. 3rd module is only for the record. 5th record is only related with 3rd module. ഇത് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളുടെ കോഴ്സിന് ഇൻ ബിറ്റ്വീൻ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ആവുമ്പോൾ 3rd മോഡ്യൂൾ ആകുമ്പോൾ നമ്മളുടെ ഈ 4 റെക്കോർഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയും. നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാം. പിന്നെ എക്സാമിനെ കുറിച്ച് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഓരോരോ വർക്കുകളും തരുന്ന അസൈൻമെന്റ് ടൈമിൽ ചെയ്യുക, തരുന്ന ആക്ടിവിറ്റീസ് ടൈമിൽ ചെയ്യുക, സർവേ തരുമ്പോൾ ആ ടൈമിൽ തന്നെ ചെയ്യുക. ടീച്ചിങ് പ്രാക്ടീസിനും നല്ല കറക്റ്റ് ഒരു ടൈം ഓപ്റ്റ് ചെയ്ത് അതിന് പോവുക. അങ്ങനെ എല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. പിന്നെ എക്സാമും വൈവ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോഴേ എഴുതണം, ഇന്ന് എഴുതാൻ പറ്റി ഇന്ന് എഴുതണം. പിന്നെ ഇന്ന് ഞാൻ പറയാത്തതിന് കാരണം നൗഫിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതൊന്ന് കൺഫേം ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. കാരണം I didn't get any information like that. എനിക്ക് അങ്ങനെ ഇൻഫർമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടില്ല, റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം. I don't know. മാം ചോദിച്ചോട്ടെ ഒന്ന്, ഇനി മാം എന്നാലും ഇതിനെ കുറിച്ച് നമുക്കൊരു ഡെറിവേഷൻ ഇല്ല, ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല റെക്കോർഡിനെ കുറിച്ച്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങള് ഇനി നമ്മളോട് ഓർമ്മപ്പെടുത്തലൊന്നും ഇല്ലല്ലോ. ഞാൻ ഇനി മെസ്സേജ് ക്ലാസ് റൂമിൽ വരും. ഈ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഇന്നുകൊണ്ട് തീരില്ലല്ലോ, നെക്സ്റ്റ് ഡേയും കൂടെ നമുക്ക് വേണ്ടി വരുമായിരിക്കും. അപ്പോ അത്രയല്ലേ ആയുള്ളൂ. നിങ്ങൾക്ക് ഇനിയും കുറെ ഡൗട്ട്സ് ഒക്കെ വരും. ഇന്ന് തന്നെ ക്ലാസ് റൂമിലേക്ക് ഞാൻ റെക്കോർഡ് ഡീറ്റെയിൽസ് ഇടും. ഡെഡ്ലൈൻ നിങ്ങൾ തീരുമാനിക്കുക. മേ ബി നമ്മൾ ആ മറ്റേ കാര്യം ഒന്ന് കൺഫേം ചെയ്യാൻ ഓഫീസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവൈലബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്തതിനു ശേഷം വി ക്യാൻ സ്റ്റാർട്ട് ദിസ് വീക്ക് ഇറ്റ്സെൽഫ്. അപ്പൊ നിങ്ങൾ തന്നെ ഡെഡ്ലൈൻ പറയുക.
എത്ര ദിവസം എഴുതി തുടങ്ങുമ്പോഴേ മനസ്സിലാവും ഇത് പെട്ടെന്ന് തീരുന്നുള്ളത്. ചിലര് 1 month ഒക്കെ ആദ്യം പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് എഴുതി തന്നിട്ട് പറയാം നിങ്ങളെ തീർന്നു. അങ്ങനെയായിരുന്നു ഇത്. മാം ഏകദേശം മാം എത്രയാണ് ഒരു ഡ്യൂറേഷൻ വെക്കുന്നത്? നമ്മൾക്കിപ്പോ ഫസ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ എത്ര നാൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് മാമിന്റെ ഒരു ഡ്യൂറേഷൻ? ഇത് ശരിക്കും മതി. പിന്നെ ഞാൻ നിങ്ങളോട് ആണ് ഡെഡ്ലൈൻ പറയാറ്. ഓക്കെ മാം. ഓക്കെ, സോ ട്രഡീഷണൽ നോളജ് ചോദിക്കട്ടെ? ചോദിക്കൂ. റെക്കോർഡിൽ നമ്മള് എന്താ പറയുക, റെക്കോർഡിൽ എഴുതുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താ മാം ക്ലാസ് റൂമിൽ വിടുവോ? ഏതൊക്കെ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് ഈ PDF ഇല്ലേ, ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്ന PDF ഇല്ലേ, ഇത് ഞാൻ ക്ലാസ് റൂമിൽ ഇടും. ഓക്കെ ഓക്കെ, അതിലുണ്ട് ഡീറ്റെയിൽസ്, അതിലുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ക്ലാസ്സിൽ പറയുക. നമ്മളിപ്പോ ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ് 4 കഴിഞ്ഞു. അടുത്ത 5ാമത്തെ പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ഓർ ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്. ഇവിടെ തുടങ്ങിയാണ് നമ്മൾ എഴുതാനും പിക്ചർ പേസ്റ്റ് ചെയ്യാനും തുടങ്ങുന്നത്. ഇതിലപ്പോ നമ്മൾ റൈറ്റ് സൈഡില് ഡീറ്റെയിൽസ് എഴുതുക, ലെഫ്റ്റ് സൈഡില് പിക്ചേഴ്സ് ഒട്ടിക്കുക. ഞാൻ എഴുതിയ അത് ഞാൻ എത്രയാ പറഞ്ഞിരിക്കുന്നേ? 5 ആണ് മാം. ഞാനും 5 എഴുതിയിരിക്കുന്നേ. വെജിറ്റേറിയൻ പിരാന, അതാണ് ഞാൻ ഒരെണ്ണം എഴുതിയത്. പിരാനയുടെ പിക്ചർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരു പേജില് 2 കുറിച്ച് എഴുതി. ഇവിടെ ഒരു ബേർഡാണ്, ഇവിടെ വെജിറ്റേറിയൻ പിരാന വന്നു, അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പത്തെ സൈഡിൽ വന്നു. ഒരു പാരഗ്രാഫ്, ദാറ്റ്സ് ഓൺലി. അതിനെ പറ്റി എഴുതുകയാണോ വിശദീകരിച്ച്? അതാ പറഞ്ഞ ഒരു പാരഗ്രാഫ് മതി. വൈൽഡ് അനിമൽസിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തോ വൈൽഡ് അനിമൽസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ ആദ്യം എഴുതിയേക്കുന്ന ഒരു ഫിഷ്, പിന്നെ എഴുതിയേക്കുന്ന ഒരു ബേർഡ്, പിന്നെ ഒരു ടാപ്പിൻ എന്ന് പറഞ്ഞിട്ടൊരു ലാർജ് ഹെർബിവറസ് മാമലാണ്, സിമിലർ ടു ദ ഷേപ്പ് ഓഫ് എ പിഗ്. ഒരു പിഗിന്റെ ഷേപ്പ്, അതിനൊരു എന്താ പറയാ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഗ്രേ പോലത്തെ ഒക്കെ കളറാണ് അത്. മാം അത് നമ്മൾ എഴുതുമ്പോൾ കുട്ടികൾക്ക് റിലേറ്റഡ് ആവാൻ പറ്റുന്ന ആനിമൽസിന്റെ ബേർഡ്സിന്റെ ഒക്കെയാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് പീക്കോക്ക് എഴുതാം, കാങ്കറു എഴുതാം. ഫിഷ് ആണെങ്കിൽ ഫിഷ് വെള്ളത്തിലാണ് ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് എഴുതാനാണോ മാം കുട്ടികൾക്ക് അറിയാം? ഞാനിപ്പോ ജനറലി ഫിഷ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഇപ്പൊ ജെല്ലി ഫിഷ്, അതൊരു വണ്ടർഫുൾ ഫിഷ് അല്ലേ? ബ്ലൂ വെയില്, ഷേപ്പ് അല്ല, ലോങ്സ്റ്റ് മാമൽ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി പെൻഗിൻ എഴുതാം നിങ്ങൾക്ക്. മാം ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഒരു പിക്ചർ പേസ്റ്റ് ചെയ്തിട്ട് ആ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അപ്പുറത്തെ ഇത് കൊടുക്കുക, ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുക്കാതാണ്. അതെ, അത് എന്തുമാകാം. അനിമൽസ് ആകാം, ബേർഡ്സ് ആകാം, വാട്ടർ അനിമൽസ് ആകാം, അങ്ങനെ എന്തുമാകാം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അതിനെ കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നണം, അതിനെ പറ്റി അറിയാനൊരു ഇൻട്രസ്റ്റ് തോന്നണം. ആ രീതിയിൽ ജിറാഫ് എഴുതാം, അത്രയും ഹൈറ്റ് ഉണ്ട്, പിന്നെ അതിനൊരു പ്രത്യേക രീതിയിലുള്ള സ്പോട്ടുകളാണ് ബോഡിയില്. പിന്നെ ലൈക്ക് കാങ്ക്രു എഴുതാം, അതിനൊരു ബാഗ് ഉണ്ട്, അതിൽ കുഞ്ഞിരിക്കുന്നത്, അതൊക്കെ വണ്ടർഫുൾ അനിമൽസ് അല്ലേ? പീകോക്ക് എഴുതാം, പൊർക്കുപ്പിന് എഴുതാം, ഉളമ്പൻ. എന്തോ വരച്ചാൽ കുഴപ്പമില്ലല്ലോ? വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്, നിങ്ങളുടെ തന്നെ ക്രിയേഷൻ. ഇനി വരയ്ക്കാൻ പറ്റാത്തവര് പിക്ചർ കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, വരയ്ക്കാൻ അറിയുന്നവര് ഓൺ ഡ്രോയിങ് തന്നെ ചെയ്യുക, കളറേ ചെയ്യുക. വരയ്ക്കാൻ അറിയുന്നവര് വരച്ചോളൂ. ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്ന പ്രാണി എഴുതി വെച്ചിട്ടുണ്ട്, പ്രേയിങ് മാൻറ്റിസ്. എന്താ പറഞ്ഞ ഏതും എഴുതാം. എന്തോ പ്രാർത്ഥിക്കുന്ന പ്രാണിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? അതിന്റെ ഷേപ്പ് അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്ന പറഞ്ഞ. എന്റെ മാം ഇത് കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. ഇത് വണ്ടർഫുൾ അനിമൽ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. മാം ഇതിന്റെ ഒക്കെ ഹെഡിങ് എങ്ങനെ എഴുതിയെന്ന് കാണിച്ചു തരുമോ? ഹെഡിങ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെഡിങ്. അത് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ കണ്ടന്റ്സ് എഴുതുമ്പോ ഇപ്പൊ ബ്ലൂ പെൻ സ്റ്റാർട്ട് ചെയ്തു, ട്രൈ ടു കംപ്ലീറ്റ് വിത്ത് ബ്ലൂ പെൻ ഓൺലി. ബ്ലാക്ക് പെൻ സ്റ്റാർട്ട് ചെയ്തു, ട്രൈ ടു കംപ്ലീറ്റ് വിത്ത് ബ്ലാക്ക് പെൻ ഓൺലി. മിക്സ് ചെയ്ത് എഴുതരുത്, റെക്കോർഡ് അല്ലേ. ബട്ട് യു ക്യാൻ മോഡിഫൈ ദ ഹെഡിങ്. ഞാനൊരു ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ് ഹെഡിങ് ഒക്കെ എഴുതിയിരിക്കുന്നത്.
ഒരു ബ്ലൂ പിന്നെ ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്റർ പെൻ ഒക്കെ വെച്ചിട്ട് അതിന് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്കെച്ച് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്മഡ്ജ് ആവും. സ്മഡ്ജ് ആവുന്ന പറഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക് അതിന്റെ കളർ കാണും. ഇപ്പൊ ബാക്കില് ഇപ്പൊ എനിക്കിപ്പം എന്റെ സ്കെച്ച് യൂസ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യുകയോ ഹെഡിങ് എഴുതുകയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ ബാക്ക് സൈഡ് വരുമ്പോൾ ബാക്ക് സൈഡിൽ അതിന്റെ സ്മഡ്ജ് ആയിട്ടുണ്ടാവും. ബാക്ക് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന പിക്ചറിലോ അതൊക്കെ അതിലൂടെ കാണും. സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് സ്കെച്ചൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് നോക്കിയാൽ പിന്നെ നെക്സ്റ്റ് ഇനിയിപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എനിക്ക് 1:30 ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മാം. പ്ലീസ്. ഒരു മിനിറ്റ് മാം. സ്മൈലിനെ കുറിച്ചുള്ള ഒരു കോട്ടാണ് പറയുന്നത്. Keep smiling because life a beautiful thing and there is so much to smile about. Thank you ma'am. Thank you all. ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഈ റെക്കോർഡിനെ കുറിച്ച് പറഞ്ഞു തന്ന മാമിന് ഹൃദയപൂർവ്വം നന്ദി മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. മോന് സുഖായ ജോളി? മോനും പനി ഒത്തിരി ചേഞ്ച് ആയി വന്നപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്നാലും ക്ലാസ് കേൾക്കാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുക. ശരി മാം. കുക്കിംഗ് ഇവിടെ ഫ്ലാറ്റിൽ വലിയ പ്രോബ്ലം ഇല്ല മാം. എന്ത് വേണമെങ്കിലും ബുക്ക് ചെയ്താൽ മതി. ഫ്ലാറ്റിൽ തന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ഇതിന്റെ ഏർപ്പാടുള്ളവരുണ്ട്. അവരോടൊക്കെ ഓർഡർ ചെയ്താൽ അപ്പോഴേ ഫുഡൊക്കെ കിട്ടും. അങ്ങനെയൊന്നും പ്രോബ്ലം ഒന്നിലും ഒരു പ്രോബ്ലം ഇല്ല മാം. എല്ലാം ദൈവം ആവശ്യത്തിനുള്ളത് തന്ന് നടത്തുന്നു. അധികം പറ്റൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോകുന്നു ഇതുവരെയും. ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു മാം.